പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. 40 നോയമ്പിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പറയേണ്ട ഒരു കാര്യം, ഒരു തീരുമാനം നമ്മൾ പറയണം. ഈശോ എന്ന് പറയുന്നത് സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. തന്നെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ പരാജയപ്പെടും. ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞ്, ഈ തപസ്സുകാലത്ത് ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞാൽ പെട്ടെന്ന് അനുഗ്രഹം വരും. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കും. ഈസ്റ്റർ ഗിഫ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഇങ്ങനെ ഓടി വന്ന് ഈസ്റ്ററിൻ്റെ അന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് പതുക്കെ പതുക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ചോദിച്ചാൽ അനുഗ്രഹം കിട്ടും. കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കല്ലറ പിളർക്കേണ്ട അത്ര ബുദ്ധിമുട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തരാൻ. അപ്പോൾ നമ്മൾ ദൈവാരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സ്കാർഫൊക്കെ ധരിക്കണം, ഷോർട്സ് ധരിക്കാൻ പാടില്ല. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും അതൊക്കെ ഇപ്പം എന്ത്, ഈശോ എല്ലാം ക്ഷമിക്കും. അങ്ങനെയല്ല. പരിശുദ്ധ മറിയത്തിൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ പരിശുദ്ധ മറിയം കൊടുത്ത റെവറൻസ് ടു ദ ക്രൈസ്റ്റ് അത് നമ്മൾ കൊടുക്കണം. അത് കൂദാശയിലൂടെ നമുക്ക് കൊടുക്കാൻ നമുക്ക് വിളിയുണ്ട്. കൂദാശകളോട് കാണിക്കുന്ന റെവറൻസ് അത് നമ്മൾ കൊടുത്താൽ അതാണ് വിട്ടുകളയേണ്ടതൊക്കെ. നമ്മൾ ചിലതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞു, മോശം കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അതല്ല, നല്ല കാര്യങ്ങൾ, കർത്താവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ കൂടെ നിന്നാൽ കർത്താവ് അനുഗ്രഹം തരും. ഈ ബലി ഏറ്റവും അഭിഷേകമായി മാറട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എല്ലാം, അയോഗ്യതകളെല്ലാം കർത്താവിന് മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. ഇതെനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ
കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രേരണയാൽ ഞങ്ങളുടെ പ്രവൃത്തികൾ സമാരംഭിക്കുന്നതിനും അങ്ങേ സഹായത്താൽ പൂർത്തീകരിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും അങ്ങിൽ നിന്ന് ആരംഭിക്കുവാനും ആരംഭിച്ചവ അങ്ങ് വഴി പൂർത്തീകരിക്കുവാനും ഇടയാകുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. ദൈവത്തിന്റെ നന്ദി. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കർത്താവിനെ ആശീർവദിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യഭിചരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കർത്താവിനെ ആശീർവദിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കർത്താവിനെ ആശീർവദിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കർത്താവിനെ ആശീർവദിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കും. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. നല്ലൊരു ഈസ്റ്റർ സമ്മാനം നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. നമ്മൾ കർത്താവിൻ്റെ കൂടെ കർത്താവിനെ വലിയ സ്വത്തായി കണ്ട് കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നമ്മളൊന്നും ചോദിക്കണ്ട, ദൈവം നമുക്ക് തരും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് മറിയം ഈശോയെ സ്വത്തായി ഉള്ളിൽ കിട്ടിയപ്പോൾ പിന്നെ പറഞ്ഞത്, ആ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നെ നിറവേറ്റം, നീ പറഞ്ഞോളൂ, ഞാനെല്ലാം ചെയ്തോളാം. അതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തണം. ഇന്നത്തെ 1-ാം വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ 2 ഇടങ്ങളിലായിട്ട് പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്. അത് നിയമാവർത്തനം 11:26. നിയമാവർത്തനം 11:26 ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. ഇതൊരു നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ശാപം വേണമെങ്കിൽ ശാപം തിരഞ്ഞെടുക്കാം. ഇന്നത്തെ വായന അത് നിയമാവർത്തനം 30-ാം അധ്യായമാണ്. 15-ാമത്തെ വാക്യം മുതലാണ്. അതിന് ടൈറ്റിൽ ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ്, ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. അതിലെ 15-ാമത്തെ വാക്യം, ആദ്യത്തെ വാക്യം തന്നെ 30:15. നിയമാവർത്തനം 30:15. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ നിന്ന് ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുകയും അവരെ സേവിക്കുന്നതിനും ആയി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും അങ്ങനെ പറയുകയാണ്. ഇനി 19-ാമത്തെ വാക്യം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളതെടുക്കാം. 20-ാമത്തെ വാക്യം, നിയമാവർത്തനം 30:20. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. ഇത് തന്നെ പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന കാര്യമാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട നീയാണ്. പ്രഭാഷകൻ 15:16. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. പ്രഭാഷകൻ 15:17. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. ഇപ്പം ഈ ചോയ്സ്, ഫ്രീഡം ഓഫ് വിൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായി എന്ത് വേണമെങ്കിലും എടുക്കാം. നന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം, തിന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ നഷ്ടം നമുക്കുണ്ടാവും, കുറേ നഷ്ടം. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരും. ഇപ്പം സമയനഷ്ടമുണ്ട്. അനുഗ്രഹങ്ങൾക്ക് സമയം വൈകും. അനുഗ്രഹം വരാനായിട്ട് സമയം വൈകുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കാത്തത് കൊണ്ടായിരിക്കാം.
അപ്പോൾ ഇത് നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ചില കഥാപാത്രങ്ങൾ പെട്ടെന്ന് 2 പേരെ വെച്ച് പറയുന്ന കാര്യങ്ങൾ, അത് ഇപ്പോൾ നല്ല കള്ളൻ കുരിശിൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന 2 കള്ളന്മാർ, അത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ മറ്റേ കള്ളനുണ്ടല്ലോ, അവൻ ദുഷിച്ചു പറഞ്ഞു. അതായത് ഈശോയുടെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സാന്നിധ്യമാണ് കൂടെ കുരിശിൽ കിടക്കുന്ന ഈശോ. അപ്പോൾ ആ പ്രഷ്യസ് ആയിട്ടുള്ള സാന്നിധ്യത്തെ മറ്റേ കള്ളൻ പ്രയോജനപ്പെടുത്തിയില്ല, വെറുതെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു, ദുഷിച്ചു പറഞ്ഞു. അതാണ് ആ ഓപ്ഷൻസ്. മറ്റേ കള്ളനോട് ആര് പറഞ്ഞു കുരിശിൽ കിടക്കുമ്പോൾ ആരെങ്കിലും അഡ്വൈസ് ചെയ്യാനുണ്ടോ? അതിൻ്റെ ചോയ്സാണത്. അത് മറ്റവനെ തിരുത്തി ഈശോയെ ഡിഫെൻഡ് ചെയ്ത്, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു, യേശുവെ അങ്ങനെ ഓർക്കണമേ അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ. ഇതാണ് നല്ലത്. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലും ഉണ്ടല്ലോ പല ഓപ്ഷൻസാണ്, ഇല്ലേ? പല ഓപ്ഷൻസാണ്. പള്ളി വരിക, പള്ളി വരാതിരിക്കുക, കുമ്പസാരിക്കുക, കുമ്പസാരിക്കാതിരിക്കുക, പല ഓപ്ഷൻസാണ്. കള്ളു കുടിക്കുക, കള്ളു കുടിക്കാതിരിക്കുക, വിവാഹേതര ബന്ധം പുലർത്തുക, ആരും അറിയല, കുഴപ്പമില്ല, ആരും അറിയില്ല, രഹസ്യമായിട്ട് നടത്തിക്കോളൂ. വിവാഹേതര ബന്ധം പുലർത്തുക, വിവാഹേതര ബന്ധം പുലർത്താതിരിക്കുക, ഓപ്ഷൻസാണ്. ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കുക അനുഗ്രഹം. എങ്ങാനും പിടിക്കപ്പെട്ട പണിപാളി ഒരുത്തൻ ഭാര്യയുടെ കാല് കെട്ടി വീണ് കുറേ നേരം കരഞ്ഞിട്ടൊന്നും ഫലമില്ല, ഭാര്യ കൊച്ചുകൾ എടുത്തോണ്ട് പോയി, അവിഹിതം പിടിക്കപ്പെട്ടു. അപ്പോൾ അതാണ് നമ്മൾക്ക് പിന്നെ കൈവിട്ടു പോകും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സിമ്പിൾ ഓപ്ഷൻ പരിശുദ്ധ കുർബാന, ദൈവാരാധന, കുരിശ് മരണത്തിൻ്റെ അനുസ്മരണം. ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ തിരുനാൾ കൊണ്ടാടാൻ വേണ്ടി തപസ്സുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ അനുസ്മരണം ആയ കുർബാന എന്ന ദൈവാരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ, സ്കാഫ് ധരിക്കണോ വേണ്ടയോ, ഷോർട്സ് ധരിച്ച് വരണോ, ഷോർട്സ് ധരിക്കണം, നന്നായിട്ട് വരണോ, ഫുൾ വസ്ത്രം ധരിച്ച് വരണോ. നമ്മൾ സഭയ്ക്കൊരു മാറ്റവും ഇല്ല, സഭയ്ക്ക് തീരുമാനത്തിൽ മാറ്റമില്ല. കാരണം സഭയുടെ മാതൃക മറിയത്തിനെ ഇത്ര ബഹുമാനിച്ച് മറിയത്തിൻ്റെ പള്ളിയിൽ, തീർത്ഥാടന കേന്ദ്രത്തിൽ, ഇന്ത്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ മറിയത്തിൻ്റെ പള്ളിയിൽ വന്നിരിക്കുന്ന നിങ്ങൾ, മറിയത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു അനുകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മറിയത്തിൻ്റെ തലയിൽ ശിരോവസ്ത്രമുണ്ട്. മറിയത്തിൻ്റെ തലയിൽ ശിരോവസ്ത്രമുണ്ട്. ഇത് മറിയം ചെയ്തത് ഈശോയെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്, ഈശോയെ ബഹുമാനിക്കാൻ. അപ്പോൾ അത് ഒരു കാര്യമാണ്. ഇനി ബൈബിളിൽ പറയുന്നുണ്ട്, 1 കൊറിന്തോസ് 11 അധ്യായം 2 മുതൽ 16 വരെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ റിസൾട്ടായ പാപമോചനം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുട്ടുകുത്തുന്നതാണ് കുമ്പസാരം. ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ അനുസ്മരണമായ കുർബാന. അപ്പൊ കുരിശ് മരണവുമായിട്ട് ബന്ധപ്പെട്ടതാ കുർബാന അർപ്പണവും കുമ്പസാരവും, കുരിശ് മരണവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ കുരിശാരാധനയാ. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ മറിയം നമുക്ക് നിന്ന് കാണിച്ചു തന്നതാ എങ്ങനെ നിൽക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ റെവറൻസ് ടു ദ സാക്രമെന്റ്, സാക്രമെന്റിനോടൊരു ബഹുമാനം കാണിക്കേണ്ട. നമ്മൾ ഇപ്പം ബീച്ചിലൊക്കെ പോകുന്നത് പോലെ, സിനിമയ്ക്ക് പോകുന്നത് പോലെ, അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് പോലെ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണോ കൂദാശകൾ? കാണപ്പെടാത്ത ദൈവവരപ്രസാദം കിട്ടുന്നതിന്. അങ്ങനെയെങ്കിൽ കല്യാണ സമയത്ത് നിങ്ങൾ ട്രൗസറും ധരിച്ച് പോവൂ? ധൈര്യമുണ്ടോ? കല്യാണത്തിൻ്റെ അന്ന് ട്രൗസറും ധരിച്ച്, എവിടെയോ വിവാദമായല്ലോ, ഒരു മണവാട്ടി സഭയ്ക്ക് ചേരാത്തൊരു വസ്ത്രധാരണത്തിൽ വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചതിന് മീഡിയയിൽ ചർച്ചയായി. ഇങ്ങനെയാണോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, പരിശുദ്ധ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നത്? അപ്പോൾ റെവറൻസ് ടു ദ സാക്രമെന്റ്. ഇനി നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അക്രൈസ്തവരുമുണ്ടെങ്കിൽ അവർ പോലും ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ ആരാധിക്കുന്നവരാ. അപ്പോൾ ഒരേ വിശ്വാസമുള്ള ആളുകൾ കൂട്ടത്തിലുള്ള ഇടതും വലതും മുൻപിലും പുറകിലൊക്കെ ഇരിക്കുന്നവർക്ക് മാതൃക കൊടുക്കണ്ടേ? മാതൃക അത് നമ്മുടെ കടമയാ. കാരണം ഇപ്പോൾ 70 വയസ്സുള്ള ചേട്ടനോ ചേച്ചിയോ അവര് നമുക്കിപ്പോഴും മാതൃക തന്നുകൊണ്ടിരിക്കുക. അപ്പൊ 30 വയസ്സുള്ള ആള് 10 വയസ്സുള്ള ആൾക്ക് മാതൃക കൊടുക്കുന്നില്ല. കൊടുക്കണ്ടേ? കിട്ടിയതുപോലെ കൊടുക്കണ്ടേ? ഇതൊരു ചെറിയൊരു ഓപ്ഷനാണ്. അതുപോലും നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. പിന്നെ എന്നെ കിട്ടാനാ? സുവിശേഷം പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. തന്നെ പരിത്യജിക്കവൻ നേടും. ആരെ നേടും?
ഈശോയെ നേടും. തനിക്ക് ചേരാത്തത്, തൻ്റെ വിശ്വാസത്തിന് ചേരാത്തത് വിട്ടുപേക്ഷിച്ചാൽ ഈശോയെ നേടും. മോശ ഇത് പറയാൻ കാരണമുണ്ട്. മോശയാണല്ലോ ഇന്ന് നിയമാവർത്തന പുസ്തകത്തിൽ മോശ ജനങ്ങളോട് പറയുക, ജീവനും മരണമുണ്ട്, അനുഗ്രഹവും ശാപമുണ്ട്, നന്മയും തിന്മയുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കൂ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓപ്ഷനാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു കുഞ്ഞ് പോലും തീരുമാനിക്കേണ്ട കാര്യമാണ്. കുഞ്ഞ് 9-ാം വയസ്സിൽ തീരുമാനിച്ച കാര്യമല്ലേ, ഈശോ എന്ന നന്മയെ പരിശുദ്ധ കുർബാനയായി ഞാൻ സ്വീകരിച്ചോളാം, അല്ലെങ്കിൽ മാതാപിതാക്കളെ നിർബന്ധിച്ച് കൊണ്ടുപോയി ചെയ്ത കാര്യമാണോ? ഒരു കുഞ്ഞു പോലും 9 വയസ്സാകുമ്പോൾ ആദ്യ കുർബാന സ്വീകരണം. അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യം ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിച്ചാൽ നമ്മൾ തീരുമാനം പറയേണ്ട കാര്യമാണ്. തീരുമാനം പറയണം. അപ്പോൾ തീരുമാനം അത് നമ്മൾ ആരെടുത്താലും, ധൂർത്തപുത്രനെയൊക്കെ ആരാ പന്നിക്കുട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത്? ആരാ വിളിച്ചോണ്ട് വന്നത്? ആരെങ്കിലും ഉണ്ടായോ? അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം. പന്നിക്കൂട്ടിൽ ഒറ്റക്കിരുന്ന് തീരുമാനിക്കണം. ആരും വീട്ടിൽ പോടാ, നീ വീട്ടിൽ പോടാ, ഇവിടെ കിടന്നലയാതെ നീ വീട്ടിൽ പോടാ എന്ന് പറയാൻ ആരുമില്ല. ഇപ്പോ പള്ളി പോടാ, കുമ്പസാരിക്കടാ എന്ന് പറയാൻ ആളുണ്ടാവും. പക്ഷെ അങ്ങനെ ആളില്ലാത്ത സമയത്ത് പോലും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീരുമാനിക്കണം നമ്മൾ. അപ്പം വന്ന് വീട്ടിൽ വന്ന് പന്നിക്കുട്ടി വന്ന് വിളിച്ചോ, മോനെ വാടാ, നീ ഇല്ല, അതെനിക്ക് ഉറങ്ങാൻ പറ്റണില്ലടാ എന്ന് അപ്പം വന്ന് പറഞ്ഞോ? അവിടെ തീരുമാനമാണ് സെൻട്രൽ പോയിന്റ്. നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തണം. നമ്മൾ തീരുമാനം പറയണം കർത്താവിനോട്, കർത്താവേ ഞാനിനി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കോളാം കർത്താവേ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറെ അനുഗ്രഹം കിട്ടും. ഈ മോശ ഇങ്ങനെ പറയാൻ, മോശയ്ക്ക് മോശ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചൊരു കാര്യമായിട്ട് ഈ ബൈബിളിൽ ഇല്ലാത്ത ചില ലിറ്ററേച്ചറുകൾ, ബൈബിളിൽ പറയാത്ത ചില കാര്യങ്ങൾ, അതിൽ ഒരു പുസ്തകമാണ് മിദ്രാഷ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ചൈൽഡ്ഹുഡ് ഓഫ് മോസസ് ഇൻ മിദ്രാഷ് എന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മോശയ്ക്ക് എങ്ങനെ വിക്കുണ്ടായി അതിന് പറയുന്നത് സ്ലോ ഓഫ് ടങ് എന്നാ പറയുന്നത്. സ്ലോ ഓഫ് ടങ് അതൊരു കുഴച്ചിൽ, നാവിനൊരു കുഴച്ചിൽ. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന, നമ്മൾ കാണുന്ന വിക്ക് ആയിരുന്നോ എന്നറിയില്ല. അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ തന്നെ പറയുന്നുണ്ട്. 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഒരിക്കലും വാക്ചാതുരി ഉള്ളവനായിരുന്നില്ല, അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. അതായത് ദൈവം മോശയോട് സംസാരിച്ചതിന് ശേഷവും മോശയ്ക്ക് വിക്കുണ്ട്, ഈ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ദൈവം അനുഭവിച്ചത്? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്, രസകരമാണ്. അതിൻ്റെ വാസ്തവം നമുക്കറിയില്ല. അത് ഇങ്ങനെയാണ്. അതായത് അങ്ങനെ ഈജിപ്തിലാണല്ലോ മോശ വളരുന്നത്, അറിയാമല്ലോ, ഈജിപ്തിലാണ് മോശ വളരുന്നത്. അപ്പം ഫറവോയുടെ പുത്രി എടുത്തു വളർത്തിയത്. അങ്ങനെ കൊട്ടാരത്തിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഫറവോയുടെ കിരീടം താഴെ വീണു. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ, ചില സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കും അവർ, പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കും. നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും അവർക്കറിയില്ല, ചില ഫോണൊക്കെ എടുത്ത് കളിക്കുന്ന പോലെ ഈ കിരീടം എടുത്ത് കുഞ്ഞറിയാതെ എടുത്ത് തലയിൽ വെച്ചു. അപ്പോൾ അവിടെ ഒരു ദുർവ്യാഖ്യാനം വന്നു. രാജാവിൻ്റെ ഭരണത്തിന് ഇവനൊരു വെല്ലുവിളിയായി തീരും എന്നൊരു കിംവദന്തി അവിടെ പരന്നു. അപ്പം അതങ്ങനെയാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം അവർ ഉണ്ടാക്കി. അതിങ്ങനെയാണ്, ഒരു പാത്രത്തിലും ഇങ്ങനെ തീക്കട്ട, അതായത് ഈ കൽക്കരിക്കട്ടയിൽ തീ കൊണ്ട് പൊള്ളിയ കൽക്കരിക്കട്ടയും പിന്നെ ഒരു സ്വർണ്ണക്കട്ടയും കൊണ്ടുവന്ന് വെച്ചു. സ്വർണ്ണക്കട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഈ കിരീടം എടുത്ത് തലയിൽ വെച്ചതിൻ്റെ അർത്ഥം ഇവൻ ഭരണം ഏറ്റെടുക്കും, ഫറവോയുടെ ഭരണം പോവും എന്നാണ്. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ മോശയെ ജീവിപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്തൊരു കാര്യം, മാലാഖയെ അയച്ചിട്ട് സ്വർണ്ണക്കട്ടി എടുക്കുന്നതിന് പകരം ഈ കൽക്കരിക്കട്ട അതെടുത്ത് നാവിൽ വെച്ചു, വായിലെടുത്ത് വെച്ചു. കുഞ്ഞുങ്ങൾ എന്ത് കിട്ടിയാലും വായി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വായിൽ വെച്ചു. അങ്ങനെ പറ്റിയതാണ് ഈ സ്ലോ ഓഫ് ടങ്, നാവിൻ്റെ കുഴച്ചിൽ. അങ്ങനെ വന്നതാണെന്നാണ് പറയുക. എന്തിനാണ് അങ്ങനെ അനുവദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ രക്ഷപ്പെടും, നിന്നെ രക്ഷപ്പെടുത്തും ദൈവം. അതാണ് ഇന്നത്തെ വചനം പറയുന്നത്. സ്വന്തം ജീവൻ എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും.
സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാരണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടപ്പാടുകൾക്ക് കാരണമൊന്നും നമുക്കറിയാൻ പറ്റിയല്ല. ആ കാരണം ദൈവത്തിന് മാത്രം അറിയാം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് കാരണം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിനറിയാം. ഈ ടങ്ക് എങ്ങനെ ആയത് അത് ദൈവത്തിനറിയാം, എങ്ങനെ ആയെന്ന്. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. അപ്പം തെരഞ്ഞെടുപ്പ് നന്നായിട്ട് നടത്തണം. അത് മോശ ഒരു കുഞ്ഞു പ്രായത്തിൽ അറിയാതെ പോലും ദൈവിക സഹായത്താൽ സ്വർണ്ണക്കട്ട എടുക്കാതെ കൽക്കരിക്കട്ട എടുത്ത് വായിൽ വെച്ചതുപോലെ നമ്മൾ സഹനങ്ങൾ, നമുക്ക് ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന വേളാങ്കണ്ണി വരുമ്പോൾ നല്ല യാത്ര, എല്ലാവരും എന്നെ കാണണം, എൻ്റെ പുതിയ വസ്ത്രം കാണണം. ഞാൻ സ്കാഫൊക്കെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൽ കിടക്കണമെന്ന് ആരും കാണുകയില്ല, എല്ലാവരും കാണിക്കണ്ടേ, എൻ്റെ കൈയൊക്കെ ഒന്ന് കാണണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നേടില്ല. ഈശോയെ പ്രതി നീ സ്കാഫ് ധരിച്ച് നിന്റെ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ നീ കളയൂ. നിനക്ക് വേറെ പല അവസരങ്ങളുണ്ടല്ലോ. ദൈവാരാധനയ്ക്ക് ഒരു കുഞ്ഞു കാര്യമല്ലേ, ഈസ്റ്റർ ഗിഫ്റ്റ് കല്ലറ പിളർക്കാൻ കഴിവുള്ളവന്, നമ്മുടെ ജീവിതത്തിൽ വലിയ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ്റെ തിരുനാൾ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എത്ര അസാധ്യമായ കാര്യങ്ങളുണ്ട്. വീട് പണിയണം, ജോലി കിട്ടണം, കടബാധ്യത മാറണം, കുഞ്ഞ് ജനിക്കണം, കല്യാണം നടക്കണം, പഠന വൈകല്യങ്ങൾ മാറണം, മദ്യപാനം മാറണം, അസ്വസ്ഥതകൾ മാറണം. കുറെ വലിയ കാര്യങ്ങളില്ലേ. ഒരു കുഞ്ഞു കാര്യം കൊടുത്തൂടെ കർത്താവിന്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിന്നിങ്ങനെ വചനം പറയേണ്ട കാര്യമില്ലല്ലോ. അനങ്ങാതെ അവിടെ ഇരുന്നാൽ പോരെ. അനങ്ങാതിരിക്കുമ്പോഴും ദൈവത്തിനൊരു സാക്ഷിയായിക്കൂടെ? ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ? ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണ്, ദൈവത്തെ അറിഞ്ഞ മകളാണ്, ദൈവത്തെ അറിഞ്ഞ മകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൂടെ? അപ്പോൾ അതാണ് ദൈവം നിന്റെ മുന്നിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നീ തിരഞ്ഞെടുക്കുക. നിന്റെ കയ്യിൽ അനുഗ്രഹമുണ്ട്. നീ വിചാരിച്ചാൽ അനുഗ്രഹം ഈ 40 ദിവസത്തിനുള്ളിൽ ഞായറാഴ്ച കൂടി കൂട്ടുമ്പോൾ 46 ദിവസമാണ്. ഇന്നലെ കഴിഞ്ഞു, ഇന്നത്തെ കൂട്ടി 45 ദിവസത്തിനുള്ളിൽ നിനക്കൊരനുഗ്രഹം വന്നിരിക്കും. തീരുമാനിക്കും. ഇന്നുമെന്നും എന്നാളും എൻ്റെ ഉള്ളിൽ നീ മാത്രം, ജീവിതത്തിൻ താളമായി നീ ലയിച്ചിടണം. ഇന്നുമെന്നും എന്നാളും എൻ്റെ ഉള്ളിൽ നീ മാത്രം, ജീവിതത്തിൻ താളമായി നീ ലയിച്ചിടണം. പൂർണ്ണമായി നിന്നിൽ ഞാൻ അലിഞ്ഞിടുന്നു, പൂർണ്ണമായി നിന്നിൽ ഞാൻ അലിഞ്ഞിടുന്നു. യേശുവേ നീ വരൂ നാഥനായുള്ളിൽ, രക്ഷകാ നീ വരൂ ജീവനായുള്ളിൽ. പാപമെല്ലാം നീക്കുവാൻ യേശു നീ മാത്രം, പാപമെല്ലാം നീക്കുവാൻ യേശു നീ മാത്രം. സ്നേഹമായി പുണ്യമായി വന്നു ആണിടണേ. പരിശുദ്ധ മറിയമേ, ആ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ആ ശിഷ്യന്മാരെ ഒരുക്കിയ പോലെ ഒരു ഈസ്റ്റർ സമ്മാനത്തിനു വേണ്ടി അമ്മ നല്ല ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് നീങ്ങി ഈശോയെ അനുഗമിച്ചതുപോലെ ഈസ്റ്റർ സമ്മാനത്തിന് വേണ്ടി നല്ല കട്ടക്ക് കർത്താവിൻ്റെ കൂടെ നിന്ന് അനുഗമിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. സമർപ്പിക്കുന്നു ഇന്നേ
സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, താഴ്ചയായി അർപ്പിക്കുന്നു, നാദാ സമർപ്പിക്കുന്നു, ഇന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, താഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭമുകളുടെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ നീ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, ഈ വിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ നിവേദിക്കുന്ന ബലിവസ്തുക്കൾ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് പാപമോചനം പ്രദാനം ചെയ്തുകൊണ്ട് അവങ്ങേ നാമത്തിന് മഹത്വം നൽകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ തപസ്സുകാലം കൃപാപൂർവം അങ്ങ് മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ഞങ്ങൾ നശ്വരമായവൽ നിന്ന് മോചിതരായി അനശ്വരമായവൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാൽ നിറഞ്ഞുമത് വിണ്ടലവോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ
പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങ് മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും
അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി എങ്ങളിൽ കണിനമ്മയും, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി എങ്ങളിൽ കണിനമ്മയും, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ ദാനത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതെന്നും ഞങ്ങളുടെ പാപമോചനത്തിനും രക്ഷയ്ക്കും കാരണമായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലിയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.